മനക്കരുത്തിന് രോഗങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് തന്റെ തിരിച്ചുവരവെന്നായിരുന്നു ഇന്നസെന്റിന്റെ സാക്ഷ്യപ്പെടുത്തൽ. രണ്ടാമതും രോഗം ബാധിച്ചെന്നറിഞ്ഞപ്പോൾ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ മനക്കരുത്തോടെ രോഗത്തെ നേരിട്ടു. ഇപ്പോൾ രോഗം പൂർണ്ണമായും ഭേദമായി. ഇനി മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ സജീവമാകും. ഈ അസുഖത്തിൽ നിന്ന് മനസ്സിലായത്, എനിക്ക് 3 ദിവസം മുമ്പ് പെറ്റ് സ്കാൻ എന്ന് പറയുന്നൊരു സ്കാൻ എടുത്തു. ആ സ്കാനിൽ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് അവർ നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. ഡോക്ടർമാരും ലാബുകളും മരുന്ന് കമ്പനികളും ചേർന്ന് പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുകയാണ്. ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കും. പല സ്ഥലങ്ങളിലും ഡോക്ടർമാർ പറയും, നിങ്ങളുടെ ഹാർട്ടിനാണ് കുഴപ്പം, നിങ്ങൾ മറ്റേ ലാബിൽ പോയിട്ട് ഇത് ചെയ്യണം. അപ്പം നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ ലാബിലൊക്കെ ഇവർക്ക് ഷെയർ ഉണ്ട്, അവിടെ നിന്ന് കമ്മീഷൻ ഉണ്ട്, ഇവരുടെയൊക്കെ തന്നെയാണ് കാശ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കണം ഗവൺമെൻറ്. കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. സത്യൻ അന്തിക്കാടിന്റെ അടുത്തവടത്തോടെ സിനിമയിലേക്ക് തിരിച്ചെത്തുമെന്നും ക്യാൻസർ വാർഡിലെ കുറിപ്പുകൾ എന്ന പേരിൽ പുതിയ പുസ്തകം ഫെബ്രുവരിയിൽ പുറത്തിറക്കുമെന്നും ഇന്നസെന്റ് പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.